ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ അടിപൊളി പെരി പെരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിവേ 2024 ആദ്യത്തെ റെസിപ്പി പെരി പെരി ചിക്കൻ ആവട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്. ചിക്കൻ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി, നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനകത്തേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ക്യൂബായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം, ഇത്ര സാധനങ്ങൾ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. ചിക്കൻ വറുത്ത് കോരി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ. അതാണ് പെരി പെരി ചിക്കൻ്റെ ഹൈലൈറ്റ്. അതിന് എരിവ് കിട്ടുന്നതും ആ കളർ കിട്ടുന്നതും എല്ലാം അതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് വഴന്നാൽ മതി. നമുക്കതിൻ്റെ ഒരു ചെറിയ പച്ചരസം കൂടി അതിന് വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ സമയത്ത് നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ആവശ്യമാണ്, അപ്പോൾ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ അതിനകത്തേക്ക് ഡാർക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്, സോയാ സോസ്. അത് വളരെ ചെറിയ അളവ് മാത്രം മതി, ഡാർക്ക് ആയതുകൊണ്ട് കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്രീൻ ചില്ലി സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അടുത്തത്. നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സോസുകളിലെല്ലാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അതേപോലെ നമ്മളിനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ, ആ ഗ്രേവിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ബാലൻസ് ഉണ്ടെങ്കിൽ കളയേണ്ട നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതിന് വേണ്ടി ഗ്രേവി ഉണ്ടാക്കട്ടെ. ഇനി നമുക്ക് മല്ലിയിലയോട് ചേർത്ത് കൊടുത്ത് അതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ കുക്കായിട്ട് വന്നു. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ ചിക്കൻ വറുക്കുന്ന ടൈം മാത്രമാണ് ഇത്തിരി ടൈം എടുത്തുള്ളൂ. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിരുന്നു. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ മറ്റെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഞാൻ കൊടുത്ത എല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞത്. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വീട്ടിലൊരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.